തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ പ്രിയ ദൈവമക്കളെ, ഈശോ നമ്മോട് പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. ഭഗ്നാശരാകാതെ എപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നിക്ഷേപം കൂട്ടിവയ്ക്കല. നമ്മൾ ബാങ്കിലൊക്കെ പൈസ നിക്ഷേപിക്കുമ്പോൾ അത് കൂടിക്കൊണ്ടിരിക്കും. 30 ദിവസം നമ്മൾ 1000 രൂപ വച്ച് നിക്ഷേപിച്ചാൽ 30,000 രൂപയാകും. ഇതുപോലെ ഓരോ ദിവസത്തിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു നിക്ഷേപമായിട്ട് നമുക്ക് ലഭിക്കുകയാണ്. നിക്ഷേപം നമ്മൾ കരുതുന്നത് ഇന്നിട്ടിട്ട് നാളെ എടുക്കാനല്ല, പിന്നെയോ ഒരു ആവശ്യ നേരം വരുമ്പോൾ, ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ അതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിക്ഷേപം സൂക്ഷിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നമുക്ക് നിക്ഷേപമായിട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യങ്ങൾ വരും, നമ്മുടെ കുടുംബത്തിൽ ആവശ്യങ്ങൾ വരും, നമ്മുടെ ഭാവി ജീവിതത്തിൽ ആവശ്യം വരും. ഈ പ്രാർത്ഥനയുടെ നിക്ഷേപത്തിൽ നിന്ന് കൃപകൾ, അനുഗ്രഹങ്ങൾ സൗഖ്യമായി, സന്തോഷമായി, വിടുതലായിട്ട് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളായിരിക്കണം. പ്രാർത്ഥിക്കാതെ നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ കൊടുക്കേണ്ട വലിയ പ്രാധാന്യമാണ്, സമയമാണ് പ്രാർത്ഥിക്കാനുള്ള സമയം, പ്രാർത്ഥിക്കാനുള്ള പ്രാധാന്യം. അത് കൊടുത്ത് ജീവിക്കുന്ന കുടുംബം നോക്കി, ഏത് കുടുംബത്തിൻ്റെ ചരിത്രം നോക്കിക്കോ, പ്രാർത്ഥിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിച്ച് ആ പ്രാർത്ഥനയുടെ നിക്ഷേപം ഇതുപോലെ കൂട്ടി വച്ച് ജീവിക്കുന്ന വളരുന്ന കുടുംബത്തിൽ അഭിവൃദ്ധിയുണ്ട്, വളർച്ചയുണ്ട്, അനുഗ്രഹമുണ്ട്, വിജയമുണ്ട്, സംരക്ഷണമുണ്ട്. അവിടെ എല്ലാ മേഖലകളിലും അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്കും ശക്തമായൊരു തീരുമാനമെടുക്കാം. പ്രാർത്ഥനയെ നിക്ഷേപമാക്കി മാറ്റി എത്രമാത്രം നിക്ഷേപം കൂട്ടാമോ അതുപോലെ നിക്ഷേപം കൂട്ടി അനുഗ്രഹത്തിൻ്റെ ഒരു കരുതലായി നിക്ഷേപമായിട്ട് കാത്തു സൂക്ഷിക്കാൻ നമുക്കിടയാകട്ടെ. പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് മാറി അനുഗ്രഹം പ്രാപിച്ച് കുടുംബത്തെ, ജീവിതത്തെ അനുഗ്രഹത്തിൽ നിലനിർത്തുവാൻ ദൈവം നമ്മെയും അനുഗ്രഹിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.